ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന നല്ലൊരു പോംവഴി ഞാൻ പറഞ്ഞുതരാം. അത്താഴത്തിന് 2 പുഴുങ്ങിയ മുട്ടയും 1 ഏത്തക്കായും 5-6 ബദാം കിസ്മിസ്, അതുപോലെ തന്നെ ഒരു 4 ഈത്തപ്പഴം. ചോറ് തിന്നേക്കാട്ടി ഇതാ നല്ല കേട്ടോ. മുട്ടയിൽ കാൽസ്യവും പ്രോട്ടീനും, പഴത്തിൽ പൊട്ടാസ്യം, അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ്, ഈത്തപ്പഴത്തിൽ അയൺ, അതുപോലെ തന്നെ ബദത്തിലും അങ്ങനെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല നമ്മളെ കറുത്ത മുന്തിരിയിൽ അയണുണ്ട്. അപ്പോൾ ക്ഷീണത്തിനൊക്കെ നല്ലതാണ്, നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ 2 മുട്ട വേണമെങ്കിൽ 1 മുട്ടയും കഴിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കേണ്ടിയിട്ട്. അപ്പോൾ ഏത്തക്കായ, മുട്ട, ഒരു 2-3 ഈത്തപ്പഴം, കുറച്ച് കിസ്മിസ്, 3-5 ബദാം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. വെറുതെ ചോറും പത്തിരിയൊന്നും കുത്തിക്കയറ്റി കാര്യമില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഉണക്കമീൻ, പപ്പടം, അച്ചാർ ഇതൊക്കെ കൂട്ടി നോമ്പ് പറ്റുമല്ലുണ്ട്. ഇപ്പോൾ അതൊന്നും ആർക്കും കഴിക്കാൻ പറ്റില്ല. വയറിനൊക്കെ അസുഖമുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യമൊക്കെ കിട്ടും. അപ്പോൾ നോമ്പ് നോക്കുമ്പോൾ ഒരു ക്ഷീണം അനുഭവപ്പെടില്ല. ആ 2 മുട്ടയിൽ ധാരാളം പ്രോട്ടീനും കാൽസ്യം, അതുപോലെ തന്നെ പഴത്തിൽ പൊട്ടാസ്യം, അയൺ, ഈത്തപ്പഴത്തിൽ അതുപോലെ തന്നെ ഒരുപാട് അയൺ കണ്ടൻ്റ് ഉണ്ട്. രക്തം വയ്ക്കാനും രക്തശുദ്ധീകരണത്തിനും, പിന്നെ ബദാമും, അതുമെല്ലാം ക്ഷീണത്തിന് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.